അവയവദാനത്തിന്റെ പേരിലുള്ള കച്ചവടവും ചൂഷണവും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ലേ? വൃക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ 1787, ഹൃദയം വേണ്ടത് 76 പേർക്ക്, കരൾമാറ്റത്തിനായി കാത്തിരിക്കുന്നത് 325 പേർ, ശ്വാസകോശം വേണ്ടത് 3 പേർക്ക്, 7 പേർക്ക് പാൻക്രിയാസ് വേണം, കൈകൾക്കായി കാത്തിരിക്കുന്ന 4 പേരുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ കേസോട്ടോയ്ക്ക് കീഴിൽ അവയവത്തിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണമാണിത്. ഈ പട്ടിക നീളുമ്പോൾ അവയവ കച്ചവടവും സംസ്ഥാനത്ത് കൊള്ളലാഭം കൊയ്യാനുള്ള ബിസിനസ്സായി നിലനിൽക്കുന്നു. വൃക്കമാറ്റത്തിനായി സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ ഈടാക്കുന്നത് 30 ലക്ഷം രൂപയാണ്. അവയവം നൽകുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടുന്നത് തുച്ഛമായ തുകയും. അവയവത്തിന്റെ പേരിൽ പാവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അവസാനിപ്പിക്കാനുള്ള വഴി മരണാനന്തര അവയവദാനമാണ്. എന്നാൽ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് 8 മരണാനന്തര അവയവദാനം മാത്രമാണ് നടന്നത്. 3500 അപകട മരണമെങ്കിലും ഒരു വർഷം സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. മരണാനന്തര അവയവദാനത്തിനെതിരെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അവയവ മാഫിയ കഥകളും കെട്ടിച്ചമയ്ക്കപ്പെടുമ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ ആശുപത്രികളും ഡോക്ടർമാരും തയ്യാറാകുന്നില്ല. മരണത്തിന് കീഴടങ്ങിയേക്കാവുന്ന ഉറ്റബന്ധുവിന്റെ അവയവം മറ്റൊരു ജീവൻ നിലനിർത്താൻ നൽകാമെന്ന് കരുതുന്നവരോട് പോലും ആശുപത്രികൾ ഇക്കാര്യം സംസാരിക്കാൻ മടിക്കുന്നു. ഇങ്ങനെ സംസ്ഥാന സർക്കാരും അധികൃതരും ആശുപത്രികളുമെല്ലാം അവയവ കച്ചവടത്തിന് നിശബ്ദ സമ്മതം നൽകുന്നു. ഇത് അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടൽ വേണം.